ഇന്നുണ്ടല്ലോ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നല്ല നൈസ് പത്തിരി, അതേപോലെ അതിലേക്ക് കറിയായിട്ട് മമ്പയർ കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ പത്തിരിയൊക്കെ കുഴച്ച് വാട്ടി പിന്നെ പരത്തി ചൂടിനെ കണ്ടപ്പോൾ മൂപ്പര് പറഞ്ഞ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിക്കോ, നമുക്കിനി വേറെ വെറുതെ ഉച്ചക്ക് ചോറ് വേറെ വെക്കാനോ നിൽക്കണ്ട, കാരണം ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഫുഡൊന്നും അധികം പോകണില്ല, നമുക്ക് ലൈറ്റായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നുള്ളൂല്ലോ. കൂടുതൽ വെള്ളം, ജ്യൂസ് ഇങ്ങനെയുള്ള സംഭവങ്ങളെ കണ്ടില്ല ഒപ്പം കുടിക്കാനായിട്ട് നമ്മൾ മോരും വെള്ളമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു വലിയൊരു കോപ്പ നിറച്ചുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും അത് തന്നെയാണ് കുടിക്കുന്നത്. അപ്പം ഇടയ്ക്ക് ജ്യൂസ്, നാരങ്ങ വെള്ളം, ഇതൊക്കെ തന്നെയാണ് സംഭവം ശരിക്കുള്ളത്. അപ്പോൾ ഫുഡ് നമ്മൾ കുറവായതുകൊണ്ട് പത്തിരി തന്നെ ഉണ്ടാക്കിയാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉച്ചക്ക് അത് തന്നെ മതി എന്നാണ്. പിന്നെ ഇതാ കുറച്ച് ബീഫ് കറി ഉണ്ട് കേട്ടോ. ഇത് ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനൊന്നും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കിയത്. എന്നാലും നമ്മൾ ചെറുതായിട്ടൊന്ന് വരട്ടി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് പിന്നെ ഉള്ളി തക്കാളി ഇട്ടൊന്ന് കറിയാക്കി എടുത്തു. പിന്നെ ഇതാ രാവിലെ മമ്പയർ ഇങ്ങനെ ജസ്റ്റ് വെള്ളം വറ്റിച്ച ആ ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ പിന്നെ ചോറ് കഴിക്കാൻ നിന്നില്ല, രാവിലെ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉച്ചക്ക് മുട്ടയും 2 മുട്ട എടുത്തു. പിന്നെ ഞാൻ പോണതിന് മുന്നേ, മഞ്ചേരിക്ക് പോണതിന് മുന്നായിട്ട് പനീർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്കിയുള്ളത് ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനിപ്പോൾ വന്ന് നോക്കിയാൽ കേടുണ്ടോ, എന്തെങ്കിലും കേടുണ്ടോ എന്ന് അറിയില്ലല്ലോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതും എടുത്തും കുറച്ച് ബീഫ് എടുത്തു. ഇതാണ് ഞാൻ കഴിക്കണത്. മഞ്ചേരിയിൽ നല്ല ഫുഡ് അടിയായിരുന്നു, നല്ല അടിപൊളിയായിട്ട് ഫുഡ് അടിയായിരുന്നു. മധുരം എന്നോ എരിവെന്നോ പായസമാണോന്നോ ചോറാണെന്നോ ഒന്നും നോക്കിയിട്ടില്ല. ഭയങ്കര ഫുഡ് അടിയും കാര്യമൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, അവിടെ വന്നപ്പോൾ കുറച്ചൊന്ന് ഫുഡ് കുറച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. രാവിലെ തന്നെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കാര്യമായിട്ട് ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഇന്നും നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോയി വന്നാൽ അറിയാമല്ലോ, പഴയ പോലെ അങ്ങോട്ട് വീടാവണമെങ്കിൽ കുറച്ച് പണിയല്ലേ. ഇന്നാണെങ്കിൽ നമുക്കൊന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചാൽ പാത്രമൊക്കെ കഴുകി കുറച്ച് നേരം കിടന്നു. നമ്മൾ രാവിലെ ഫുള്ള് നിൽക്കാതെ പണി തന്നെയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടന്നു, ജസ്റ്റ് 10 മിനിറ്റ് ഒന്ന് കണ്ണ് മാളി. ഞാൻ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കട്ടോ. ഇതുമോനാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ പോരണം. ഓക്ക് ഇങ്ങനെയൊക്കെ പോകാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ത്രില്ലാട്ടോ. എനിക്കും അതിലേറെ സമാധാനമാണ് ഓളുണ്ടായാൽ. എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായാൽ വരെ എനിക്ക് അത്ര സപ്പോർട്ട് ഉണ്ടാവില്ല കേട്ടോ. ഓള് സാധനം എടുത്ത് തരാനും എല്ലാം നോക്കിയിട്ട് എല്ലാം എടുത്ത് വരാം. എവിടേക്കാണ് കടയിൽ പോയാൽ എവിടേക്കാണ് സംഭവം സാധനങ്ങളൊക്കെ ഉള്ളത് അവിടെയൊക്കെ പോയി എടുത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ് ഓള് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓളെയും കൂട്ടിയാണ് പോകുന്നത്. മൂപ്പർക്കാണെങ്കിൽ എന്തോ വണ്ടീൻ്റെ ഇൻഷുർ അടക്കാനുണ്ട്, എന്തോ ലാസ്റ്റ് ഡേറ്റ് ആണ് കാര്യമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മൂപ്പർ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളി, ഞങ്ങൾ രണ്ടാളും കൂടി പോയിക്കോളാം എന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ സമയത്താണ് ഒക്കെ ഞങ്ങളെ ഫ്രണ്ടിൻ്റെ ഒരു കോൾ വന്നത്. അപ്പോൾ അതിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അവിടെ എവിടെയെങ്കിലും ഓട്ടോറിക്ഷ ഉണ്ടാവും കരുതിയിട്ട് ഇങ്ങനെ നടന്ന് മൂപ്പരും കൊണ്ടാക്കി തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അവിടെ നമ്മളെ കടയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞങ്ങൾ രണ്ടാളെയും 2 പ്രാവശ്യമായിട്ട് കൊണ്ടാക്കണം, അല്ലെങ്കിൽ പിന്നെ കാർ എടുക്കണം. അപ്പോൾ പിന്നെ ആ ഒരു കാറ് പോകുന്ന ഗ്യാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ആ ഒരു ചെറിയ പോക്കറ്റ് റോഡിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്യാപ്പുള്ളത്. വണ്ടി എടുക്കുന്നത് മുതലാവണമെന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ മഞ്ചേരിക്കെങ്കിലും പോകണം. അതുകൊണ്ടാണ് കാർ എടുക്കാഞ്ഞത്. അപ്പം ഞാൻ ഓട്ടോ വിളിച്ച് പോയിക്കോളാമെന്ന് പറഞ്ഞു. അവിടെ നോക്കിയപ്പോൾ ഓട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ നേരം 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓട്ടോ കിട്ടിയത് കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ സ്ഥിരം പോകുന്ന ഷോപ്പിൽ തന്നെയാണ്. ഇപ്പോൾ പുതിയ ഷോപ്പ് അരീക്കോട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു, നല്ല ഓഫറൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്താ അറിയില്ല, നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലത്ത് പോകാനായിരിക്കുമല്ലോ നമുക്കൊരു അല്ലേ, അത് അങ്ങോട്ട് പോകാം. പിന്നെ അവിടെ ആണെങ്കിൽ നമ്മൾ എവിടേക്കാണ് എന്തെല്ലാം വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് കറക്റ്റ് അറിയാം. അപ്പോൾ ഇനി വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. കുറേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ആ ഷോപ്പൊക്കെ ഒന്ന് പോയി നോക്ക്, അരീക്കോട് ബിഗ് മാർട്ടോ അങ്ങനെ ഒന്ന് പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്കൊന്നും അറിയില്ല, ഞങ്ങൾ ഇത്തവണ ഇങ്ങോട്ട് പോകാൻ അടുത്ത പ്രാവശ്യമായിട്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടേക്ക് തന്നെയാണ് എത്തിയത് കേട്ടോ. അപ്പോൾ ഇതും ട്രോളിയൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഓരോ സാധനങ്ങൾ എനിക്കിടാൻ പറ്റുന്നതൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അല്ലാത്തതൊക്കെ അവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക ആളൊപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര എന്താ പറയുക, ഒരു നമുക്ക് എല്ലാത്തിനും ഒരാൾ നമ്മളൊപ്പത്തിനൊപ്പം ഉണ്ടാവും. ഭയങ്കര സഹകരണമാണ് കേട്ടോ. എല്ലാ ഷോപ്പിലും പോയാൽ അങ്ങനെ കിട്ടൂലല്ലോ. ഇത് നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മളെല്ലാം എന്താ വേണ്ടത് നമുക്ക് ചോദിച്ച് അത് എടുത്തു തരാനും എല്ലാം നമ്മളൊപ്പത്തിനൊപ്പം നിൽക്കാൻ ആൾക്കാരുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ഷോപ്പ് അത് അടിപൊളിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വരുന്നത്. അപ്പം എല്ലാം കണക്ക് കൂട്ടൽ കാര്യങ്ങളൊക്കെയാണ്. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ചെറുപയർ, മമ്പയർ, കടല, ഒരു സാധനം വീട്ടിൽ
ഉണ്ടായിരുന്നില്ല. നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോയി നിൽക്കുന്ന വരട്ടെ എന്നിട്ട് വാങ്ങാമെന്ന് കരുതി. അല്ലറ ചില്ലറ നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ളതൊക്കെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ ഷോപ്പുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് അങ്ങനെ നിൽക്കലാണ്. ഇങ്ങനെ മൊത്തത്തിൽ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സാധനം വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ടെൻഷനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തവണ അത്യാവശ്യം നല്ലോണം സാധനമൊക്കെ വാങ്ങി നല്ലൊരു ചാക്കിലാക്കിയിട്ടുണ്ട്. ആ ചാക്കിൽ നിന്ന് എനിക്ക് ഈ ഓട്ടോറിക്ഷയ്ക്ക് കയറ്റാൻ തന്നെ വെയിറ്റ് ആദ്യമൊക്കെ 2-3 കവറിലാക്കി തരില്ലായിരുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോ കവർ ഇങ്ങനെ ഓട്ടോക്ക് വെക്കാമല്ലോ. ഇത് വലിയൊരു ചാക്കിലായതുകൊണ്ട് എനിക്ക് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ ആൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് അത് വെച്ച് തന്നു കേട്ടോ. അതുപോലെ എന്നെ അങ്ങോട്ട് വെച്ച് ഓട്ടോറിക്ഷയിലേക്ക് വെച്ച് തന്നു. പിന്നെ ഇത് ഓട്ടോറിക്ഷയിൽ നിന്ന് ഞാൻ എങ്ങനെ ഇറക്കി വീട്ടിൽ വെക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ടെൻഷൻ. വീട്ടിലെത്തോളം ഞാൻ അതേന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചോളെ ഈ അവിടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായാൽ മതിയെന്ന് വീട്ടിൽ എന്നൊക്കെ ഉള്ളൊരു പ്രാർത്ഥന ചെയ്യുന്നു കേട്ടോ. പക്ഷേ അവിടെ എത്തിയപ്പോൾ മൂപ്പരില്ല. എന്നാലും നമ്മൾ രക്ഷപ്പെട്ടു. ഓട്ടോക്കാരൻ അതിലും സൂപ്പറായിരുന്നു. ഞാൻ പറഞ്ഞു ഗേറ്റിൻ്റെ അവിടേക്ക് വെച്ചെന്നാൽ മതിയായിരുന്നു. പക്ഷേ ഗേറ്റിൻ്റെ അവിടേക്കല്ല, സിറ്റ് ഔട്ടിക്ക് തന്നെ വെച്ചെന്നു കേട്ടോ. ഇതാണ് ആ സംഭവം. നല്ല വെയിറ്റ് ഉണ്ട്, കാണുന്ന മാതിരിയല്ല, നല്ല വെയിറ്റ് ഉണ്ട്. കാരണം പഞ്ചസാര, വെളിച്ചെണ്ണ, പച്ചരി, അങ്ങനെ ഒരുപാട് പാല് ഒക്കെ വെയിറ്റുള്ള സാധനമാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ പൊന്തിക്കാനാണ് പറ്റുന്നില്ല. പിന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്ന് സെറ്റാക്കി എടുക്കാം. നമുക്കിത് മാസമുള്ള ഒരു എടുത്തു വെക്കലും പരിപാടിയൊക്കെയാണ്. കണ്ടോ മാഗി പിന്നെ ഇതും വാങ്ങിയതാണ് കേട്ടോ. ഓക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങാണ്ടാവും. ഇപ്രാവശ്യം കുറവാണ് കേട്ടോ. അല്ലെങ്കിൽ ബിസ്ക്കറ്റ്, ബേക്കറി ഐറ്റംസ് അതൊക്കെ വാങ്ങാറുണ്ട്. ഇത്തവണ ഒരു എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു മാഗി ഉണ്ടല്ലോ, അധികം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൽ നിന്ന് തന്നെ വേവിക്കുന്ന. അപ്പോൾ അത് സംഭവം അതാ മാത്രമേ ഉള്ളൂ എടുത്തിട്ടുള്ളൂ. മഞ്ചേരിയിൽ നിന്ന് പിന്നെ മക്കൾ അവിടെ തുത്തൂൻ്റെ മക്കൾ കഴിക്കണുള്ളൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എന്നോട് ഇങ്ങനെ പറയണത് ഇങ്ങനത്തെ നമുക്ക് വാങ്ങണം കേട്ടോ എന്ന്. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങാറില്ല കേട്ടോ. ഒന്നാമത് എന്താ വെച്ചാൽ അല്ലെങ്കിൽ നൂഡിൽസ് തന്നെ നല്ലതല്ല എന്നാണല്ലോ പറയുക. അപ്പോൾ നമുക്കൊരു പേടിയാണല്ലോ. പിന്നെ അവിടെ തുത്തൂൻ്റെ മക്കളാണെങ്കിൽ ഓളെ പ്രഷറാക്കി വാങ്ങിപ്പിക്കുന്നതാണ്. അപ്പോൾ ഓരോന്നൊക്കെ ഓളിങ്ങനെ വാങ്ങിക്കൊടുക്കും. പിന്നെ അപ്പോൾ അത് കണ്ടപ്പോൾ വെളും ഇങ്ങനെ പറയൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി അത് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇതാ ഒക്കെ പുറത്തേക്ക് ഇടുന്ന ഒരു തിരക്കായിരുന്നു. പഞ്ചസാര ഉണ്ട്, പിന്നെ എന്താ പറയുക, ചായപ്പൊടി, നമുക്ക് കൈ കഴുകുന്ന ഹാൻഡ് വാഷ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും ഓടി വന്ന് ഇത് ഉണ്ടാക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് കേട്ടോ. ഒക്കെ അത് അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കണം. ഒരു നാളെ ഉണ്ടാക്കിയാൽ പോലെ ഞാൻ ചോദിച്ചിട്ടൊന്നും കേൾക്കണില്ല. അത് അപ്പം തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഒരൊറ്റ വിചാരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലുണ്ടായിരുന്ന സ്പൂണാണിത്. ഞാൻ മഞ്ചേരിയിൽ നിന്ന് മക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തിന്നതല്ലാതെ ഇത് ഉണ്ടാക്കണതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയതാണ് എന്താ അപ്പോൾ ഇത് സംഭവം എന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിലിതാ ഇങ്ങനെയാണ്. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് എടുത്താൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അതവിടെ വെള്ളം ഒഴിച്ച് ഞാൻ പിന്നെ 5 മിനിറ്റ് കാത്തേക്ക് 5 മിനിറ്റ് അല്ല ഒരു 8 മിനിറ്റോളം നിന്നോട്ടെ വെന്തോട്ടെ ശരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാനും ബില്ലൊക്കെ നോക്കിയിട്ട് ഒക്കെ ഒന്ന് എടുത്ത് വെക്കണ്ടേ. അങ്ങനെ ഇങ്ങോട്ട് തന്നെ തിരിച്ച് വന്ന് നമ്മളതൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മൾ ക്ലീനിങ് പരിപാടിയൊക്കെ ആയിരുന്നല്ലോ, സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒക്കെ പാത്രങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി വെച്ചതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് പിന്നെ ഇതിലേക്ക് വെക്കാൻ എളുപ്പമായി. അതുകൊണ്ട് ഞാൻ ഓരോന്ന് അങ്ങനെ ഒഴിച്ച് വെച്ച പാത്രത്തേക്ക് വെച്ചപ്പം കടലവർഗ്ഗങ്ങളൊക്കെ ഞാനൊരു പാത്രത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് എടുക്കുമ്പോഴാണ് ഞാൻ പിന്നെ ചെറിയ പാത്രത്തേക്കോ അല്ലെങ്കിൽ വേറൊരു നമ്മളെ ഒരു അടപ്പുള്ള പാത്രത്തേക്കൊക്കെ വെക്കുള്ളൂ. അത് തുറന്നതിന് ശേഷം അതുവരെ അവിടെ വെക്കും. പിന്നെ മസാലപ്പൊടികളൊക്കെ ഇതിലേക്കാണ് വെക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല, ഗരം മസാല, ഫിഷ് മസാല, അങ്ങനെയുള്ള മറ്റേതുണ്ടല്ലോ, എന്താ പറയുക, കാശ്മീരി ചില്ലി, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിലേക്ക് ഇട്ട് അതും കൊണ്ടേ വെച്ചു. പിന്നെ നമുക്ക് മുളക് പൊടീൻ്റെ കുറച്ച് ആ പാത്രത്തിൽ നമ്മളെ ഉപയോഗിക്കുന്ന പാത്രത്തിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ബാക്കിയുള്ളതായി ഇടാന്ന് വെച്ചിട്ട് മാറ്റി വെച്ച്. പിന്നെ വെളിച്ചെണ്ണ ഓയിലൊക്കെ ഈ ഒരു ബക്കറ്റിലേക്കാണ് ഇടാറുള്ളത്. ഈ 2 ലിറ്ററൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ അതവിടെ അടച്ച് വെക്കും. പിന്നെ സോയാ സോസ്, കഴിഞ്ഞ പ്രാവശ്യം തന്നെ സോയാ സോസ് വാങ്ങിയപ്പോൾ അത് പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഇതുമൂൻ്റെ ഒരു കുരുത്തക്കേടുകളോ കാണുന്നുണ്ടല്ലോ അല്ലേ. എൻ്റെ മോവല്ലാത്ത കുരുത്തക്കേട് തന്നെയാണ് ഇതിന്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവുള്ള ഒരു സാധനമാണ് ചായപ്പൊടി. പഞ്ചാരനെങ്ങാണ് ചിലവുള്ളൊരു സാധനം കേട്ടോ ചായപ്പൊടി. കാരണം നമ്മളിവിടെ 2 മന്ദം പ്രാവശ്യം ചായ കുടിക്കും. പക്ഷേ എനിക്ക് മധുരം ആവശ്യമില്ലാത്തതുകൊണ്ട് മധുരം കുറച്ച് കുറവാണ്. ഇവിടെ എൻ്റെ ഹസ്ബൻഡിനായാലും മധുരം ഭയങ്കര വലിയ താല്പര്യമില്ല. പിന്നെ നാരങ്ങളൊക്കെ നാരങ്ങള കലക്കുകയാണെങ്കിലൊക്കെ ഉപ്പിട്ടാണ് കലക്കുക, അങ്ങനെ മധുരം ഇടൂല. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ഇവിടെ നമുക്കൊരു 2 കിലോ വാങ്ങിയാൽ ഒരു മാസമല്ല അതിലപ്പുറം നിൽക്കും കേട്ടോ. ഞാൻ പിന്നെ നമ്മൾ ആരെങ്കിലും പെട്ടെന്ന് വന്നാലോ എന്ന് കരുതി
2 കിലോ വാങ്ങി വെക്കണം. ശരിക്കും 1 കിലോനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മാസം നല്ല രീതിയിൽ ഓടും. അപ്പം നമ്മൾ ആരെങ്കിലും പെട്ടെന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഞ്ചസാര വേണമല്ലോ എന്ന് വിചാരിച്ച് ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി വെക്കണതാണ്. പിന്നെ ഇത്തവണ ഞാൻ അരിപ്പൊടി സംഭവങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. കാരണം 10 കിലോ പച്ചരി റേഷൻ കടയിൽ നിന്ന് വാങ്ങി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ അങ്ങനത്തെ പുട്ടുപൊടി അങ്ങനെയൊന്നും വാങ്ങിയില്ല. റവ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചീസ്, ബട്ടർ, പനീർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഫ്രിഡ്ജ് കൊണ്ട് വെച്ചു. പിന്നെ പേസ്റ്റ്, സോപ്പ്, എന്താ പറയുക, ഹാൻഡ് വാഷ് സംഭവങ്ങളൊക്കെ കേട്ടോ, അത് വേറെ കൊണ്ടുപോയി വെച്ചു. പിന്നെ ഇത് ബദാം, അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബദാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ലേശം അത്തിപ്പഴം വാങ്ങിയിട്ട് കണ്ടപ്പോൾ ഇങ്ങനെ അത്തിപ്പഴം വാങ്ങാൻ ഓട്സിലൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത്തിപ്പഴം ലേശം വാങ്ങി. ഇത്തിരി ഈത്തപ്പഴം വാങ്ങി. ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓട്സ് ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പപ്പടം ഒരു 50 രൂപക്ക് പപ്പടം വാങ്ങിയിട്ടുണ്ട്. അത് ഐറൂസ് വരുമ്പോൾ പൊരിച്ചെടുക്കാമല്ലോ എന്ന് കരുതി വാങ്ങി. അപ്പോൾ അത് ഞാൻ ഈ ചെറിയൊരു പാത്രത്തേക്ക്, പപ്പടത്തിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു പാത്രം ഉണ്ട് കേട്ടോ, ആ പാത്രത്തേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിക്ക് വെക്കലാണ്. അതങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പേസ്റ്റ് ഞാൻ ഇതുപോലെ ഇവിടെ പറ്റ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പേസ്റ്റ്. അത് ഞാൻ പേസ്റ്റ് ഇടുന്നിടത്ത് ബ്രഷ് ഇടുന്നിടത്ത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞത് കൊണ്ടുവച്ചു. ബാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ളതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് വേസ്റ്റ് കവർ ഐറ്റംസൊക്കെ ഇതാ നമ്മൾ പിന്നെ വേസ്റ്റ് കവർ ഇടുന്ന സംഭവത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇതും ആ മാഗി എടുത്ത് തിന്നുന്നുണ്ട്, എനിക്ക് വായിൽ വെച്ച് തരുന്നുണ്ട്. ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈത്തപ്പഴം ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ തന്നെ കേട്ടോ വെക്കാറില്ല. ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെ കുറച്ച് ഈത്തപ്പഴം വാങ്ങി പിന്നെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ചൂടുകൊണ്ട് എന്താ എനിക്കറിയില്ല, കേടുന്നു, പുഴുവൊക്കെ വന്നു. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഈത്തപ്പഴം വാങ്ങിയ ഫ്രിഡ്ജിൽ തന്നെ കേട്ടോ വെക്കാറുള്ളത്. അന്ന് എന്തോ ഇതുകൊണ്ട് ഞാൻ പുറത്ത് വെച്ചും ചെയ്തു. പിന്നെ ഞാൻ അങ്ങോട്ട് മറന്നു, ഈത്തപ്പഴം ഉണ്ട് എന്നുള്ളത് മറന്ന് പിന്നെ ഉപയോഗിച്ചില്ല. അങ്ങനെ ആയതാണ്. പിന്നെ നല്ല നെയ്യും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വെളിച്ചെണ്ണ, നെയ്യ് അതൊക്കെ ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെളിച്ചെണ്ണ, ഓയിൽ, നല്ല നെയ്യ്, ബട്ടർ, ചീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേറെ ആദ്യം തന്നെ ഫസ്റ്റിൽ ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടോ ഞങ്ങൾ പോയത്. ലിസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഇതും കൂടെ തന്നെ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനൊക്കെ എല്ലാത്തിനും ഒപ്പത്തിനൊപ്പം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. പിന്നെ പാല് ഒരു 6 പാക്ക് വാങ്ങിയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് കൂടി എത്തൂല, കാരണം ഓട്സ് ഉണ്ടാക്കാനായാലും ഒക്കത്തിനും പാല് ആവശ്യമാണ്. പിന്നെ ഇതാ വെജിറ്റബിൾസാണ് കേട്ടോ. വെജിറ്റബിൾസിൽ ഇവിടെ വെളുത്തുള്ളി, ഇഞ്ചി, ചീരുള്ളി ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെല്ലുള്ളി പിന്നെ എപ്പോഴും ആവശ്യമാണല്ലോ. വെല്ലുള്ളി ഒരു 2 കിലോനും വാങ്ങി, തക്കാളി 1 കിലോനും വാങ്ങി. അത് രണ്ടും എപ്പോഴും ആവശ്യമുള്ള സാധനം. പിന്നെ കുറച്ച് ചെറുനാരങ്ങ വാങ്ങി. അതേപോലെ തന്നെ നമ്മളെ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ ബാജിയാക്കി വെക്കുന്നതൊക്കെ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങി അതും കൊണ്ടുപോയി വെച്ചു. പിന്നെ ഞാൻ വേഗം ഇതിന് ഓടിപ്പോയിട്ടോ വർക്കൗട്ടിന്. ഞാൻ ഇന്ന് തുടങ്ങുകയാണ്. പിന്നെ ഞാൻ ഇവിടെ ആദ്യം ഒരു വട്ടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ മഞ്ചേരി പോയപ്പോൾ മുടങ്ങി. ഇപ്പോൾ ഇന്ന് മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറുമാതിരി. അത് നല്ല ടയർഡാണ്. ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ടും തുടങ്ങായിട്ട് ആൾക്കാരും ഒന്നങ്ങോട്ട് ടയേർഡാവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ വെയിറ്റ് ലോസ് ഇല്ലെങ്കിലും മിനിമം എന്തെങ്കിലും ചെറിയൊരു വർക്കൗട്ടെങ്കിലും ഇല്ലാഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് മുതലെങ്കിൽ സ്ഥിരമായിട്ട് കയറണം എന്നൊക്കെയാണ് പ്ലാന്. നടക്കും അറിയില്ല. എന്തായാലും ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയ ഒരു സന്തോഷത്തിൽ ഞാൻ കുറച്ച് ഓട്സ് ഉണ്ടാക്കിയിട്ട് കുറച്ച് തന്നെ 2-3 സ്പൂൺ, കൂടുതലും വെള്ളമാണ്, ഏറ്റവും ലാസ്റ്റ് ഇച്ചിരി പാലേ പാർന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ വാൾനട്ട്, ബദാം, ഈത്തപ്പഴം, അത്തിപ്പഴം ഒക്കെ ഇട്ട് കണ്ട് ഒരു കുറച്ച് ഉണ്ടാക്കി ഇതുമ്മൂനും കൊടുത്തു. ഇതുമ്മൂ ഞാനും കൂടെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് എന്തോ ഫോണിൽ എന്തോ കണ്ടുകൊണ്ടാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ഒരുപാട് പണികളുണ്ട്, കുറച്ച് ക്ലീനിങ് പരിപാടി, പാത്രം കഴുകാനൊക്കെ ഉണ്ട്, കുറച്ച് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ഉണ്ട്. നല്ല ടയേർഡാണ് വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ. എന്നാലും അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് നമ്മുടെ പണികളൊക്കെ തീർക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.